ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും ചെടിയിൽ ഉപയോഗിക്കുന്ന ഒരു ജൈവ വളത്തെക്കുറിച്ചാണ്. കർഷകർ ഉപയോഗിക്കുന്ന വളമാണ്, അതായത് നമ്മുടെ ചാണകത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാണകം ഏത് രീതിയിലാണ് നമ്മളെ ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത്, അത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ചാണകത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം, അത് കൃത്യമായിട്ട് ഏത് രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ 10 മണി ചെടിയിൽ പല കളറിലും പൂക്കളുണ്ടാവും, അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചാൽ ഇപ്പോൾ വൈറ്റ് ഉണ്ട്, യെല്ലോ 2 വിധത്തിലുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ 10 മണി ചെടിയുടെ ചട്ടിയുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ടിങ്സ് എടുത്തിട്ട് പുതിയ ചട്ടിയിലേക്ക് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചാണകം ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഞാൻ അധികം വീട്ടിൽ നിന്നായിരുന്നു ചാണകം, ഞങ്ങളിവിടെ ഒരു സതിയേച്ചി എന്ന് പറയും, ഓരോ വീട്ടിൽ നിന്നായിരുന്നു ചാണകം വാങ്ങാറുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഞാൻ പോയി നോക്കി, പക്ഷേ അവിടെ ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നഴ്സറിയിൽ പോയപ്പോൾ ഞാൻ ഒരു 2-3 ആഴ്ച മുന്നേ നഴ്സറിയിൽ പോയിരുന്നു, ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ 5 കിലോ 125 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നല്ല ഉണക്കി പൊടിച്ചിട്ടുള്ള ചാണകപ്പൊടിയാണ് ഇത്. അപ്പം ഞാൻ ഇതിലേക്കാളും നല്ല നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങുന്ന ചാണകം ഉണക്കുന്നതാണ്, പക്ഷേ ഞാൻ ഇതാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പോൾ ചാണകപ്പൊടിയുടെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ചാണകപ്പൊടിയാണ് കേട്ടോ. കുറേശ്ശെ ഞാൻ എടുത്തിട്ടുണ്ട്, പോട്ടി മിക്സിനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ നമുക്കറിയാം, മണ്ണിലെ പോഷക ഗുണം വർദ്ധിപ്പിക്കുന്ന ഒരു വളമാണ് നമ്മുടെ ചാണകപ്പൊടി. അല്ല, ഇതിൽ NPK ഉണ്ട്, അതായത് നൈട്രജനാണ് കൂടുതൽ, പൊട്ടാഷ്യം ഫോസ്ഫറസ് ഒക്കെ കുറേശ്ശെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിലുള്ള എല്ലാ സൂക്ഷ്മ ജീവികളെയും പ്രവർത്തനം വർദ്ധിപ്പിച്ച് നമ്മുടെ ചെടിക്ക് നല്ല കരുത്തും നല്ല ആരോഗ്യം ഉണ്ടാകുന്ന ഒരു വളമാണ് നമ്മുടെ ചാണകപ്പൊടി കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഉണങ്ങിയിട്ട് കണ്ടില്ല, നല്ലോണം ഉണങ്ങിയ ഒരു ചാണകപ്പൊടിയാണ്. പിന്നെ നമുക്കറിയാം, ബയോഗ്യാസിന് നമ്മൾ ചാണകം ഉപയോഗിക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെ പണ്ടൊക്കെ ഇത് നിലമൊക്കെ ചാണകം മെഴുകിയിട്ട് ചുമരും നിലമൊക്കെ പണ്ടൊക്കെ ചാണകം മെഴുകിയിട്ടിടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. ഇപ്പോൾ അങ്ങനെ, ഇപ്പോൾ ടൈൽസും മാർബിളും ഒക്കെ വന്ന സമയത്ത് അതൊക്കെ മാറിയിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ചാണകം ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുകൂടാതെ മണ്ണിന് ഈർപ്പം നിലനിർത്താനും ചാണകം നല്ലതാണ് കേട്ടോ, ചാണകപ്പൊടി നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ജൈവ കീടനാശിനിയായിട്ടും നമ്മൾ ചാണകപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്കറിയാം, നാടൻ പശുവിൻ്റെ ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത്, ചാണകമാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമുക്ക് മറ്റേ പശുവിനെക്കാട്ടി, കാരണം ചാണകത്തിൻ്റെ ഗുണം കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പശുക്കൾ തിന്നുന്ന ആ പുല്ലിൻ്റെയും അതിൻ്റെയൊക്കെയാണ് നമ്മൾ നാട്ടിലുള്ള പറമ്പിലൊക്കെ കിട്ടുന്ന ആ പുല്ലു ഒക്കെ തിന്നിട്ടുള്ള ആ പശുവിൻ്റെ ചാണകമാണ് ഏറ്റവും കൂടുതൽ നല്ല ഗുണം ഉണ്ടാവേണ്ട. അല്ലാണ്ട് നമ്മൾ അല്ലാതെ വാങ്ങി കൊടുക്കുന്ന, നമുക്കറിയാം, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കല്ലോ. ഇപ്പോൾ എന്തൊക്കെയോ പശുവിന് വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ചാണകത്തിന് അത്രത്തോളം ഗുണം ഉണ്ടാവില്ല. കഴിയുന്നത് നമ്മൾ നാടൻ പശുവിൻ്റെ ചാണകം വാങ്ങാൻ നോക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പച്ച ചാണകമുണ്ട്, അതുപോലെ തന്നെ ഉണക്ക ചാണകമുണ്ട്, ഇതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പച്ച ചാണകത്തിനാണ് ഉണക്ക ചാണകപ്പൊടിയേക്കാട്ടി ഈ പൊടിയിനെക്കാട്ടി ഏറ്റവും ഗുണം ഏതിനുണ്ടാവുക, പച്ച ചാണകത്തിനല്ലേ. പച്ച ചാണകത്തിനാണ് ഒരുപാട് ഗുണങ്ങളുള്ളത്. പണ്ട് നല്ല കുറച്ച് മുന്നൊക്കെ തന്നെ ചാണകവും ഗോമൂത്രമൊക്കെ ഒരു കുഴിയിലേക്കായിരുന്നു വന്നിരുന്നത് അല്ലേ. ചാണകം ഒരു അതിലേക്ക് തന്നെ ഗോമൂത്രം കൂടി വരുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ നല്ല നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഇപ്പം ഗോമൂത്രം വേറൊരു കുഴിയിലേക്കും ചാണകം വേറൊരു കുഴിയിലേക്കൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ ഗോമൂത്രവും ചാണകവും കൂടി ഒരുമിച്ച് അതിൽ നിന്നിട്ട് അത് ഉണക്കിയിട്ട് കിട്ടുന്ന പൊടിയാണ് നമുക്ക് ചാണകത്തിൽ ഏറ്റവും നല്ലത് കേട്ടോ. ഗോമൂത്രം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ചാണകമാണ് ഏറ്റവും നല്ലത്. നമുക്കിപ്പോൾ കിട്ടാത്തപ്പോൾ നമ്മൾ ഏത് ചാണകപ്പൊടിയും വാങ്ങിപ്പോകും. ഞാനിപ്പോൾ വാങ്ങിയ പോലെ തന്നെ നമുക്ക് അങ്ങനെയും വാങ്ങാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചാണകത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചാണകം ഞാൻ ഉപയോഗിക്കുന്നത് രീതിയാണ് കാണിക്കാൻ പോകുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ചെടിക്ക് ചാണകം ഇട്ട് കൊടുക്കുമ്പം ഞാനിപ്പോൾ ഈ ഒരു കലാത്തിയ പ്ലാന്റ്സിൽ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ചാണകപ്പൊടി മുഴുവൻ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതായത് മേലോട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് വെള്ളം വറ്റിപ്പോകുന്നത്, വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ്. വെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ച് പൊങ്ങി നിൽക്കും കേട്ടോ. ആ രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം, പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ
അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഒരു ഗാർഡൻ സോയിലായിട്ട് എന്തെങ്കിലും ഒരു മണ്ണ് നമ്മൾ ഇനിയിപ്പോൾ മണലോ മണ്ണോ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കട്ടോ. ഇപ്പോൾ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ തൊട്ട മുകളിലായിട്ട് ഞാൻ എന്താ ഇട്ട് കൊടുക്കാൻ പോകുന്നത്, മണ്ണ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് പൊങ്ങി നിൽക്കും എന്തായാലും. അത് കണ്ടില്ലേ, അതിങ്ങനെ പൊന്തി നിൽക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ മേലോട്ട് വന്ന് നിൽക്കും, കണ്ടില്ലേ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കൈയിട്ട് നോക്കിയാലേ നമുക്കത് മനസ്സിലാകണം, കണ്ടില്ലേ മേലോട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മണ്ണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ച ചാണകം നമുക്കറിയാം, ചാണകം നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ പച്ച ചാണകം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്തത്, പച്ച ചാണകം നമ്മൾ നല്ല രീതിയിൽ നല്ലോണം പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഒരു ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ അത് അരിച്ചെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ പച്ച ചാണകത്തിൻ്റെ തെളി നമ്മളെല്ലാ ചെടികൾക്കും നല്ലതാണ് കേട്ടോ. ഏറ്റവും ഇപ്പോൾ മണ്ണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ചാണകത്തിൻ്റെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ചെടി നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരും. അപ്പോൾ പച്ച ചാണകം നമ്മൾ നന്നായിട്ടൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുക ചെയ്യും. ചില ആൾക്കാർക്കൊക്കെ പച്ച ചാണകം എന്ത് ചെയ്യും, നന്നായിട്ട് 3 ദിവസമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിൽ കടലപ്പിണ്ണാക്കും കൂടിയൊക്കെ വിട്ടിട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈനേജിൽ കൂടെ വരുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടതല്ലേ. പോട്ട് എപ്പോഴും ഡ്രൈനേജ് നല്ല ഹോൾസുള്ള പോട്ടായിരിക്കണം. അപ്പോൾ പച്ച ചാണകം നമുക്ക് ബോഗൺവില്ല പ്ലാന്റ്സിന് അല്ലെങ്കിൽ നമ്മുടെ 10 മണി ചെടിക്ക് എല്ലാ ചെടികൾക്കും പച്ച ചാണകം നല്ലതാണ്. നമ്മൾ കലക്കിയിട്ട് നേരിട്ട് അങ്ങനെ തന്നെ പച്ച ചാണകം ചെടിൻ്റെ ചുവട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. കഴിയുന്നത് ഞാനെപ്പോഴും ഉപയോഗിക്കാറ് എങ്ങനെയാണ്, ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ അത് അരിച്ചെടുത്തിട്ടാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ പച്ച ചാണകം ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മുടെ പച്ച ചാണകത്തിന് പകരക്കാരനായിട്ട് നമുക്കുണ്ടല്ലേ പച്ചില, അതുപോലെ തന്നെ ശീമക്കൊന്നൻ്റെ ഇലയൊക്കെ നമ്മളെ പച്ച ചാണകത്തിന് പകരക്കാരനാണ്. കാരണം പച്ച ചാണകം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് അതിന് ഉത്തമമായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഈ ശീമക്കൊന്ന പച്ചിലയൊക്കെ. ശീമക്കൊന്നൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം കാണിക്കുന്നുണ്ട് ശീമക്കൊന്നൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ശീമക്കൊന്ന എങ്ങനെയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്, അത് 3 ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ ചെടിക്ക് ഉപയോഗിക്കുന്നതൊക്കെ ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരെന്തായാലും ഒന്ന് കാണണം. അപ്പം ചാണകമൊക്കെ കിട്ടാത്തവർക്ക് ശീമക്കൊന്ന അല്ലെങ്കിൽ പച്ചില, നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള പച്ചില പുല്ലുകളൊക്കെ പറിച്ചിട്ട് നമ്മൾ ഒരു ബക്കറ്റിലിട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. അത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു കോലുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അരിച്ചെടുത്തിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ 5 ഇരട്ടി വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ചാണകത്തിൻ്റെ അതേ റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് നമ്മളുടെ ഈ പുല്ല് ഇലകളോ അതുപോലെ തന്നെ നമ്മുടെ ശീമക്കൊന്നൊക്കെ ഇട്ടോ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ചാണകം എങ്ങനെയൊക്കെ ഉപയോഗിക്കുക, ഒന്ന് നമുക്ക് വെള്ളത്തിൽ പച്ച ചാണകം ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കുക. നമുക്ക് പോട്ടി മിക്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ചാണകപ്പൊടി. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ചാണകപ്പൊടി ഇട്ടിട്ട് ഇതിൻ്റെ കുറച്ച് മുകളിൽ മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചാണകപ്പൊടി ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ ഒരു കലാത്തിയ പ്ലാന്റ്സ് നല്ല ഫുള്ള് ബേബി പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇപ്പോൾ റീപ്പോർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. റീപ്പോർട്ട് ചെയ്യണ അടുത്ത് തന്നെ ഒരു ചട്ടി എടുത്തിട്ട് റീപ്പോർട്ട് ചെയ്യേണ്ട സമയം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കൈവശം 2 ചട്ടിയോളം. അപ്പോൾ ഏതൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിരുന്നു 2 ചെടി റിപ്പോർട്ട് ചെയ്യാനുണ്ട്. ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചാണകം നമ്മൾ നല്ലൊരു ജൈവ വളമാണ്, കൃഷിക്കാർ ഉപയോഗിക്കുന്ന വളമാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ചെടികൾ നല്ല ഏതൊരു പോട്ടി മിക്സിൽ നമ്മൾ എന്ത് ചേർക്കുന്നുണ്ട്, കൗഡങ് അല്ലെ ചാണകപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചാണകപ്പൊടി കിട്ടാത്തവർക്കാണെങ്കിൽ എൻ്റെ ഇതിലൊരു പിക്ചർ കാണാം, എൻ്റെ ഷോർട്ട് വീഡിയോയിലോ ഫുൾ വീഡിയോയിലൊക്കെ ഒരു പിക്ചർ കാണാം. അതിൽ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗഡങ് അതായത് ചാണകപ്പൊടി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പം ഒരു പ്രയാസമില്ലാണ്ട് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു ജൈവ വളമാണ് നമ്മുടെ ചാണകപ്പൊടി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് ചാണകം ഉപയോഗിക്കുക. അപ്പോൾ ചാണകം ഉപയോഗിച്ചുള്ള ഗുണങ്ങൾ, ഇലച്ചെടികളൊക്കെ നല്ല ഗ്രോത്തായിട്ട് വളരും കേട്ടോ. ഇലകൾക്കൊക്കെ നല്ല പച്ചപ്പുണ്ടാവും, നല്ല ഗ്രോത്തായിട്ട് നല്ല രീതിയിൽ ഇലച്ചെടികളൊക്കെ വരും. പൂക്കളുള്ള ചെടികളാണെങ്കിലും പൂക്കൾക്ക് നമ്മൾ ഫോസ്ഫറസ് അല്ല DAP NPK ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, ബാസാക്കോട്ടൊക്കെ. അപ്പോൾ ഇലച്ചെടികൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണോ, കുറച്ച് മണ്ണ് നമ്മളിപ്പോൾ വാട്ടർ പോപ്പിങ് കൊണ്ട് എടുത്തേക്കാൻ മറന്നുപോയി, കുറച്ച് ചെടിയും കൊണ്ട് എടുത്തിച്ചുള്ളൂ. വാട്ടർ പോപ്പിയൊക്കെ നമ്മൾ പിന്നെ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണ്, മണലിട്ടു മണ്ണിടും, അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇടും, പിന്നെ മണ്ണിടും, പിന്നെ ചാണകപ്പൊടി ഇടും, അങ്ങനെ ലെയർ ആക്കിയിട്ട് നമ്മൾ
ഈ പെന്നിവേട്ട് പ്ലാന്റ് നട്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതായത് ഡ്രൈനേജ് ഹോൾസ് ഇല്ലാത്ത പോട്ട് എടുത്തിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഏതൊരു ചെടിയിലും നമ്മൾ നിർബന്ധമായിട്ട് ഇടുന്നൊരു വളമാണ് നമ്മുടെ ചാണകം അല്ലേ. അപ്പോൾ പച്ച ചാണകമാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞ്, അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തായാലും ചാണകം ഉപയോഗിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ വാട്ടർ കേബേജ് ചെടിയാണ് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വാട്ടർ പോപ്പിയാണ്. വാട്ടർ പോപ്പിയിൽ ഞാൻ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെന്നിവേട്ട്, വാട്ടർ പോപ്പി, അതിൽ താമര, ആമ്പലൊക്കെ ഉള്ള ചെടികൾക്കൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കുക, നമ്മൾക്ക് ചാണകപ്പൊടി നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പറയുകയാണ്, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചാണകം ഉപയോഗിക്കുക. എല്ലാ ചെടികൾക്കും നമുക്ക് നല്ലതാണ് കേട്ടോ ചാണകപ്പൊടി. അപ്പോൾ ഏത് അഗ്ലോണിമം പ്ലാന്റ് ആയാലും കലാത്തിയ, ബിഗോണി, എല്ലാം റോസാച്ചെടി, തെച്ചിച്ചെടി, എല്ലാം ബോഗൺവില്ല, എല്ലാ പ്ലാന്റ്സും നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. അല്ലാതെയും നമുക്ക് ഇട്ട് കൊടുക്കാം. മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കണം കേട്ടോ. മണ്ണ് ഇളക്കിയിട്ടാണ് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മണ്ണ് എന്താ ചെയ്യുക, മണ്ണ് കുറച്ച് ചാണകപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മുകളിൽ നമുക്ക് ആ ഒരു ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയും ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ബായ്.